മെല്ലെ കുത്തണം, വേറെറ്റ് പോയ പണി വാളും. ജീവ, ഈ വീട് മൊത്തം കണ്ണാടിയാണല്ലോടാ. ഇതൊക്കെ പൊട്ടിപ്പോയില്ലേ? എന്തിനാ എത്ര കാശ് ചെലവാക്കണേ? ഒന്നും വിചാരിക്കരുത്, ഞങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ട്. ഞങ്ങളുടെ കുടുംബത്തിലുണ്ട് ഇങ്ങനെ ഒരു ഐറ്റം. അപ്പൊ കോംപ്രമൈസ്. അതാരാ? ഞാൻ തന്നെ. മതി അമ്മ മധുരം കഴിച്ചാൽ അല്ലെങ്കിൽ ഇൻസുലിൻ കുടിക്കേണ്ടി വരും കേട്ടോ. ഓ, മരുമോള് ഭരണം തുടങ്ങിയല്ലോ റീത്താമ്മേ. നീ എന്റെ തീറ്റയുടെ കാര്യം നോക്കാതെ നീ വല്ലതും കഴിക്കാൻ നോക്ക്. കണ്ടാ പറയുകയല്ല 25 വയസ്സായി. അത് ശരിയാ. ഈ ശരീരം വെച്ചോള് പ്രസവിച്ച ഇവിടെ ആത്മാവ് വരെ പുറത്തു വരും. എടി, ഇക്കാലത്ത് പ്രസവിക്കാൻ വലിയ കരുത്തൊന്നും വേണ്ടടി. വേദനയില്ലാതെ പ്രസവിക്കാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ട്. നീ പേടിക്കണ്ടടി മോളെ. എനിക്ക് പേടിയൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ മോക്ക് പേടിയില്ലെന്ന്. അതിന് ഞാൻ പ്രസവിക്കുന്നില്ല. എന്നതാ നീ പറഞ്ഞത്? നീ പ്രസവിക്കത്തില്ലെന്നോ? എന്റെ കർത്താവേ, ഇവക്ക് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ടായിരുന്നോ? അമ്മച്ചി, അവൾ ഉദ്ദേശിച്ചത്. നീ ഉണ്ടായിട്ടാ വിൻസെന്റെ, ഈ കൊച്ചിന് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ടെന്ന് അറിഞ്ഞോട്ടാണോ താൻ ഇവിടെ എന്റെ മോന്റെ തലയെ കെട്ടിവെക്കാൻ നോക്കി? റീതാം ഉദ്ദേശിക്കുന്ന പ്രശ്നമൊന്നുമല്ല. അല്ലേ, പ്രസവിക്കാത്തത് പ്രശ്നമൊന്നും അല്ലെന്നോ? ഓ എന്റെ കർത്താവേ, എന്റെ മോളെ ഏതെങ്കിലും ഡോക്ടറെ കാണിച്ചോ നീ? എന്നതാ അതിന്റെ പ്രശ്നം? യൂട്രസിനോ മറ്റോ ആണോ കുഴപ്പം? കണ്ട ബ്രോയിലർ ചിക്കനൊക്കെ കഴിച്ചിട്ടേ നാട്ടിലെ സകല പെണ്ണുകൾക്കും കുഴപ്പാ. ഇത് നിങ്ങൾ പറയണ പോലെ യൂട്രസിന്റെ സെർവിക്സിന്റെ പ്രശ്നമല്ല. ഇത് എന്റെ അല്ല, ഞങ്ങളുടെ തീരുമാനമാണ് കുട്ടികളെ വേണ്ടെന്നുള്ളത്. അല്ല, ഇതൊക്കെ കല്യാണം കഴിഞ്ഞ പാടെ എല്ലാരും പറയുന്ന കാര്യമില്ലയോ? ഇതൊക്കെ അങ്ങ് ശരിയായിക്കോളൂന്നേ. എന്റെ കർത്താവേ, എനിക്കിതൊന്നും താങ്ങാൻ മേലായേ മാതാവേ. അമ്മ, ഇതിപ്പോ കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ആഴ്ച തീരുമാനിക്കേണ്ട കാര്യമൊന്നും അല്ലല്ലോ. ഇവർക്കിപ്പോ കരിയറും കാര്യങ്ങളും ഒക്കെ ആയിരിക്കില്ലേ ഇമ്പോർട്ടന്റ്. അതൊക്കെ മാറുന്ന ഒരു കാലത്ത് മതി. പഴയ കാലമൊന്നും അല്ലല്ലോ ഇപ്പോ. എടാ ജീവ, നിനക്കും കൊച്ചുങ്ങൾ വേണ്ടെന്നാണോ? അമ്മച്ചി, ഈ വിഷയം നമുക്ക് തൽക്കാലം ഇവിടെ വെച്ച് നിർത്താം. കൊച്ചുങ്ങളെ വളർത്തുന്ന ഉത്തരവാദിത്തമുള്ള കാര്യമാണ്. പക്ഷെ ഞങ്ങൾക്കിപ്പോൾ അതിനെക്കാട്ടിലും വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ വലിയ ഉത്തരവാദിത്വം? കൊച്ചുങ്ങളെ പിറന്നത് നോക്കുന്നൊക്കെ അവളല്ലയോടാ. നിനക്ക് എന്നാ ഉത്തരവാദിത്വം? നിനക്ക് വൈകുന്നേരം വന്നാ കൊച്ചുങ്ങളും ഒക്കെ ആയിട്ട് ഒന്ന് കളിച്ചും ചിരിച്ചും ഒക്കെ ഇരിക്കുക, അല്ലാതെ തന്നെ. അതെ, കൂടുതൽ ഉത്തരവാദിത്തം ആൾക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഫൈനൽ ഡിസിഷൻ സാറുടെയാ. ഇത് പ്രശ്നം യൂട്രസിന്റെ അല്ല, ഇത് മറ്റേതാണ്, ഫെമിനിസം. അതിനിപ്പോ ഞാൻ വല്ലതും പറഞ്ഞ? Each evening, regular as clockwork, Dad comes home and takes over for the. മോളെ, ഞാൻ ഇതുവരെ നിന്നോട് ഇതൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് 18 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ അമ്മ മരിക്കുന്നത്. ഭയങ്കര സങ്കടമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ എൻ്റെ അമ്മേനെ സ്വപ്നവും കാണുമായിരുന്നു. നീ ജനിച്ചു കഴിഞ്ഞപ്പോഴേ എല്ലാരും പറഞ്ഞു ഈ കണ്ണും മൂക്കും ഒക്കെ എൻ്റെ അമ്മനെ പോലെയാന്നു. പക്ഷെ എനിക്കത് നീ വളരുന്നിടം വരെ തോന്നിയിട്ടില്ല. പക്ഷെ അന്ന് സ്കൂളിലൊരു പരിപാടിക്ക് നീ സാരി ഉടുത്ത് വന്നില്ലേ, ശരിക്കും എൻ്റെ അമ്മ മുമ്പിൽ വന്നിരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തേ. അമ്മ എന്താ ഉദ്ദേശിക്കണേ? എടി, നാളെ നിനക്കൊരു പെൺകുഞ്ഞുണ്ടായാലോ, ആ കുഞ്ഞിന് എൻ്റെ മോച്ചായ ഉണ്ടെങ്കിലോ, അപ്പം ഞാൻ മരിച്ചു പോയാലും നിനക്കെന്നെ കണ്ടൂടെ? ആൺകുട്ടിയാണെങ്കിലോ? ആയിക്കോട്ടെ. അതെ, ഞാൻ അപ്പോഴേ പറഞ്ഞായിരുന്നു ഈ സീനൊന്നും എൻ്റെ മോളുടെ അടുക്ക് വർക്കൗട്ട് ആവില്ലെന്ന്. പോട്ടെ, ട്രെയിൻ മിസ്സാവും. അതാ എന്താ വർക്കൗട്ട്? ഒരു രക്ഷയില്ല. അപ്പൊ അതും പ്ലിങ്. ഒന്ന് വിളിച്ചു നോക്ക് മനുഷ്യ. കിട്ടണ്ടേ? വിളിക്കാം. അല്ല, അമ്മ ഇന്ന് നിന്നിട്ട് നാളെ പോകുന്നല്ലേ പറഞ്ഞേ? വേണ്ട മോളെ, ഇനി ഇവിടെ നിന്നാലേ ഷുഗർ മാത്രമല്ല പ്രഷറും കൂടും. നമുക്ക് പോകാം. പോട്ടെ. അപ്പോ പറഞ്ഞതുപോലെ ദൈവം നല്ല ബുദ്ധി തോന്നിക്കട്ടെ. വിൻസെന്റെ, ഞങ്ങൾ ഇറങ്ങാം. ഞങ്ങൾ ഉറങ്ങാം. ശരി, എന്നാ കാണാം. പോട്ടെ.
ബൈ. ബൈ ബൈ. അപ്പൊ ഞങ്ങൾ ഇറങ്ങണം. ശരി. ആ നമുക്ക് പോവാം. പോട്ടെ മോനെ. ഓ അമ്മ ഇറങ്ങാം കേട്ടോ. പോട്ടെ മോനെ. എല്ലാരും പോയപ്പോ എന്തൊരു സമാധാനം. എടി എടി. ഞാൻ വിചാരിച്ചത് അമ്മച്ചേനെ കാലം പിടിച്ച് നിലത്തടിക്കണം. എന്നാലും നീ ഇങ്ങനെ എടുത്തടിച്ച പോലെ പറയണ്ടില്ലായിരുന്നു. ഞാനത് നൈസായിട്ട് അമ്മച്ചിയെ പറഞ്ഞ് മനസ്സിലാക്കിയേനെ. എപ്പോഴാലും പറയേണ്ട കാര്യല്ലേ. അപ്പൊ ഇനി നമ്മൾ രണ്ടുപേരും മാത്രം. നമുക്ക് ഡ്യൂട്ടി ഷെയർ ചെയ്യണം കേട്ടോ. മൺഡേ ഞാൻ കുക്ക് ചെയ്യാം, ട്യൂസ്ഡേ നീ, പിന്നെ അങ്ങനെ 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 ഓൾട്ടർനേറ്റീവ് ആയിട്ട് കുക്ക് ചെയ്യാം. അയ്യോ അപ്പൊ ആഴ്ചയില് 4 ദിവസം നീ കുക്ക് ചെയ്യോ? അതൊന്നും കുഴപ്പമില്ല. നീ സിനിമയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യും. ഓക്കെ. അപ്പൊ cheers. സിനിമ ചിയേഴ്സ്. ഒന്ന് വേഗം ആക്കിയേ. 5 minutes. അതെ, ആ ക്ലിന്റിന് ഒരു റോൾ കൊടുക്കണേ. ഇത് അറിഞ്ഞപ്പോ മുതൽ ഒരു സമാധാനം തരുന്നില്ല. ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. ഓ ജാട, ഒടുക്കത്തെ ജാട. ചെറുതായിട്ട്. ആ പാപ്പാ. ഏ? 12 വർഷം മുൻപുള്ള മീറ്റു കേസിൽ സിനിമാ നിർമ്മാതാവ് അറസ്റ്റിൽ. കൊച്ചിയിലെ ഹോട്ടലിൽ നിന്നാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. നിരവധി സിനിമകൾ നിർമ്മിച്ചിട്ടുള്ള ഇയാളുടെ ഏറ്റവും പുതിയ സിനിമ റിലീസ് ആകാനിരിക്കെയാണ് ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ഈ അറസ്റ്റ്. പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത കലൂർ സ്വദേശിനിയാണ് പീഡനം ആരോപിച്ചിരിക്കുന്നത്. നീ ഇത് പിടിച്ചേ. അതാണ് എടോ, തന്റെ ബേബിക്കുട്ടൻ വരൂടോ. ആ ഡാർക്കാണല്ലോ മച്ചാനെ. ഒന്ന് പോയേ. എണീറ്റേ. നീ ഇപ്പൊ കുളിച്ചിട്ടോ? എനിക്ക് തലവേദന എടുക്കും. എഴുന്നേക്കന്നെ. വാ, ഇപ്പൊ ശരിയാക്കി തരാം. വാ, വാ. എങ്ങോട്ടാ? അതൊക്കെയുണ്ട്. Cheers. എന്തായാലും ഈ ഹൈക്കൊരു ആശ്വാസമായി. അത് ശരി. ഞാൻ ഈ പെരുവഴിയെ നിൽക്കുമ്പം പ്രൊമോഷന്റെ കുറ്റബോധം മാറ്റാനാണല്ലോ ഈ കുപ്പി. നീ എന്താണ് ഒരു മാതിരി? ആർക്ക് കിട്ടിയാലെന്താ, നമ്മുടെ കാശല്ലേ. എന്നാ എനിക്ക് ഈ പീറോ ബീറൊന്നും പറ്റില്ല. നീ എന്നെ റാഡസിം ബ്ലൂവിൽ കൊണ്ടാണ് നിന്റെ ചെലവിൽ. ഓക്കെ. നീയേ ഡയറക്റ്റ് ചെയ്താൽ മതി, അഭിനയിക്കണ്ട. എന്തോരം നാളാടാ ഞാൻ ഈ പടത്തിൻ്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്. എൻ്റെ പാതി എക്സ്പീരിയൻസും കഴിവുള്ളവന്മാരൊക്കെ ഇതേ സെക്കൻഡ് പടം അനൗൺസ് ചെയ്തു. സിനിമയിലടി ശരിയാവുന്നേ. ആ റോബി ഫ്രീ ആണെങ്കിൽ അടുത്ത പടത്തിൽ അസോസിയേറ്റഡ് ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പോയാലോന്ന് ആലോചിക്കാം. നമ്മളിനി അസ്റ്റ് ഇല്ലെന്ന് ഉറപ്പിച്ചല്ലേ. അതെ, മതി മതി മതി. ഇനി അടിച്ചിനി ഓവറാക്കണ്ട. കുറച്ചുകൂടെ. വാ 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 വാ. ഇതാണ് പറയണത്, വയററിഞ്ഞു കുടിക്കണം. മതി 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 മതി. ഇനി ഇവിടെ ഒന്ന് ഓവറാവും, ചളവാവും.
വാ. ഹലോ സാറാ, ദിസ് ഈസ് മീ സന്ദീപ്, പ്രൊഡ്യൂസർ സന്ദീപ്. ആ പറയൂ സർ. എന്ത് ഉറക്കമാടൂ, എത്ര തവണ വിളിച്ചു? സാർ ഇന്നലെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു. തൻ്റെ കഥ ഞാൻ നമ്മുടെ രാഹുലിൻ്റെ അടുത്ത് പറഞ്ഞു. അവനത് ഭയങ്കര ഇഷ്ടമായി. നമുക്ക് ഈ പടം ചെയ്യാടോ? സാർ ഞാൻ പറഞ്ഞില്ലേ, സ്ക്രിപ്റ്റ് ഞാൻ തരില്ല. താൻ ആ സ്ക്രിപ്റ്റ് തരുമൊന്നും വേണ്ട, ഇതൊന്ന് സംവിധാനം ചെയ്തു തന്നാൽ മതി. അല്ല അപ്പൊ സാർ ഇന്നലെ പറഞ്ഞത്? ഇന്നലത്തെ കാര്യം ഇന്നലെ. നാളെ താൻ ഓഫീസിൽ വരികയാണെങ്കിൽ എഗ്രിമെന്റ് ഒപ്പുവയ്ക്കാം. ഇപ്പൊ 1-2 പ്രോജക്ട്സ് റോളിംഗ് ആണ്, അത് കഴിഞ്ഞ ഉടനെ ഷൂട്ടിംഗ്. സൈ ഒരു 6 months. താൻ തകൃതിയായിട്ട് പ്രീ പ്രൊഡക്ഷൻ തുടങ്ങിയോ? ശരി സർ, താങ്ക് യു സർ. ഓക്കെ. മുട്ടയില്ലടോ? എനിക്ക് എന്റെ പ്രൊഡ്യൂസർ സെറ്റായി. പ്രൊഡ്യൂസർ റെഡിയായി. പ്രൊഡ്യൂസർ എവിടെ? സിനിമ ഓണാൻ പോണു. പ്രൊഡ്യൂസർ റെഡിയായി. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഒരു 1.5 ബിയർ അടിച്ചതിന് എന്തൊരു ഓവറാക്കലാടോ? സാധാരണ നൈറ്റ് തന്നെ വാള് വെച്ച് തീർക്കുന്നതാണല്ലോ, ഇതെന്താണാവോ സംഭവിച്ചത്? ഓ, എടോ താൻ ഓക്കെ അല്ലേ? ഒരു വര ഇതിലും വര, 2 വര, 2 ഒരേ വരയാണല്ലോ. അതിലിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത് മാഞ്ഞു പോകാൻ പോണൊന്നുമില്ല. പ്രിക്കോഷൻസ് ഒക്കെ എടുത്താണല്ലോ, എന്നാലിത് എങ്ങനെ സംഭവിച്ചു? പീരിയഡ്സ് ഇത്രയും ലേറ്റ് ആയപ്പോ നിനക്കൊന്ന് ശ്രദ്ധിക്കായിരുന്നു. എനിക്കിടയ്ക്ക് ഇങ്ങനെ സംഭവിക്കാറുള്ളതല്ലേ. സിനിമ നടക്കാത്തതിന്റെ സ്ട്രെസ്സാന്നാ വിചാരിച്ചത്. വെറുതെ ഞാൻ ആ ബിയറിനെ പിരാക്കി. അയ്യോ, ഇതറിയാതാണല്ലേ നമ്മൾ ഇന്നലെ വെള്ളമടിച്ചേ. അതിന് അല്ല, പ്രഗ്നന്റ് ആയിരിക്കുമ്പോ വലിയും കൂടിയും പാടില്ല എന്നല്ലേ? എന്നെ ഇപ്പൊ കേട്ടിട്ട് എന്റെ ടെൻഷൻ അതാണെന്നാണോ നിനക്ക് തോന്നണേ? ഇവിടെ ഞാനിങ്ങനെ അപ്പോഴത്തെ ഒരു ഡോണ്ട് ടച്ച് മീ. നീ തൊട്ടൊക്കെ മതി.
നമ്മുടെയാ. ലാസ്റ്റ് പീരീഡ്സ് എന്നായിരുന്നു? ഡേറ്റ് ഓർമ്മയില്ല. 2 മാസം മുമ്പാന്ന് തോന്നുന്നു. 60 days. വേറെ എന്തെങ്കിലും അസുഖമുള്ള ആളാണോ? ഇല്ല ഇല്ല. ഒരു അൾട്രാസൗണ്ട് സ്കാൻ എടുക്കണം, പിന്നെ 1-2 ബ്ലഡ് ടെസ്റ്റും. അത് ചെയ്തിട്ട് വന്നോളൂ. ഓക്കെ. വെൽക്കം ടു ദ ക്ലബ് മാൻ. കൺഗ്രാറ്റ്സ് ബോബി. അർജുൻ എൻ്റെ കൊളീഗ. ഇത് നിഷ. നിഷ. ഹാഫിസ് ഡോക്ടറെ ക്യാബിനിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടായിരുന്നു. വൈഫിന് എങ്ങനെയുണ്ട്? രാവിലെ എണീറ്റപ്പോൾ തൊട്ട് ഒടുക്കത്തെ ഛർദിൽ. ഭക്ഷണത്തിന് മണം കിട്ടിയാൽ മതി, അപ്പം തുടങ്ങും. വന്നൊരു ട്രിപ്പ് ഇട്ടിട്ട് പോകാമെന്ന് വെച്ചു. ഞങ്ങൾ ഹാഫിസ് ഡോക്ടറെ തന്നെയാണ് കാണിക്കുന്നത്. അടിപൊളി മനുഷ്യനാട്ടോ. അല്ലെങ്കിൽ ഈ ഗൈനക്കോളജിയിൽ ആണുങ്ങൾ കുറവാണെങ്കിലും ഉള്ളവന്മാരൊക്കെ പുലികളോ. നമ്മളെക്കാളും നന്നായി നമ്മുടെ ഭാര്യയുടെ സൈക്കോളജി മനസ്സിലാക്കികളെ. എന്നാ പിന്നെ കാര്യം നാളെ ഓഫീസിൽ വെച്ച് കാണാം. ശരി, പോവാം. ഗർഭസ്ഥ ശിശുവിൻ്റെ ലിംഗനിർണ്ണയം കുറ്റകരവും നിയമപരമായ ശിക്ഷാർഹവുമാണ്. ലിംഗനിർണ്ണയം ഇവിടെ നടത്തുന്നതല്ലോ. ഏത് വിളിക്കാണ് ഇതൊക്കെ അറിയേണ്ടത്? എന്താണ് ലിസ് ചെയ്ത്? കഴിഞ്ഞ തവണത്തെ പ്രസവത്തോടുകൂടി ഞാനിത് നിർത്താമെന്ന് പറഞ്ഞതല്ലേ? ഇതിപ്പോൾ എത്രാമത്തെ? 5? 4. 42 വയസ്സായില്ലേ നിങ്ങൾക്ക്? ഈ പ്രായത്തിലൊക്കെ ഡെലിവറി എന്തോ റിസ്ക്കാന്നറിയാവോ നിങ്ങൾക്കും കുഞ്ഞിനും? അത് ഭർത്താവ്. കർത്താവ് തരുന്നല്ലെന്നും പറഞ്ഞുകൊണ്ടിരുന്നോ? അവസാനം കർത്താവ് വിളിക്കുന്നതിന് മുമ്പ് പോകേണ്ടി വരും കേട്ടോ, ഞാൻ പറഞ്ഞേക്കാം. കർത്താവല്ല ഡോക്ടർ, ഭർത്താവ്. ഭർത്താവാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത്, നിങ്ങളല്ലേ? ഇങ്ങനെ പറയണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പിന്നെന്താ പറയാത്തത്? ഞാൻ കഴിഞ്ഞ തവണ മരുന്ന് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. പിന്നെ ഹെവി ആയിട്ടുള്ള ജോലികളൊന്നും ചെയ്യണ്ട കേട്ടോ. ചെല്ല്. ഓൾ റിസൾട്ട് സർ. സാറാ വിൻസെന്റ്. ഇരിക്കെ. ഞാനിവിടെ ജോയിൻ ചെയ്ത കാലം തൊട്ടുള്ള പ്രസവമാണ്. ഹാപ്പി ആയിട്ടിരിക്കുക രണ്ടുപേരും. കൺഫേംഡ് ആണ്? എനിക്കിത് വേണ്ട ഡോക്ടർ. ഇത് ആക്സിഡന്റൽ പ്രഗ്നൻസിയാണ്, കോൺട്രസെപ്റ്റീവ് ഫെയിലിയർ. സാറാ, നമുക്കൊന്ന് ആലോചിച്ചിട്ട്. ഇനി എന്താ ആലോചിക്കാനുള്ളത്? നമ്മൾ നേരത്തെ തീരുമാനിച്ച കാര്യം. ഹലോ, ഇത് രണ്ടുപേരും കൂടി ഇവിടെ ഇരുന്ന് പെട്ടെന്ന് തീരുമാനിക്കേണ്ട കാര്യമല്ല. നിങ്ങൾ സമാധാനമായിട്ട് വീട്ടിൽ ചെന്നിരുന്ന് ആലോചിക്കും. എന്നിട്ട് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ എൻ്റെ OP കഴിഞ്ഞിട്ടൊരു കൗൺസിലിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എന്നോട് തീരുമാനം പറഞ്ഞാൽ മതി കേട്ടോ.
എടാ നിനക്ക് എത്ര ആളെ കിട്ടുള്ളൂ? അല്ല, ഹോസ്പിറ്റലിൽ നിന്ന് അർജുൻ വിളിച്ചു പറഞ്ഞപ്പോൾ അത് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ എന്റെ മോളെ നീ ഇതുവരെ ഒന്നും എടുത്തില്ലയോ? എന്നതാ ഇത്? കഴിക്കാനൊന്നും ഇല്ലയോ? ഇത് മാത്രമേ ഉള്ളൂ? അയ്യോ അല്ലല്ല, ഇനിയുണ്ട്. ദാ. ആ അതുകൊണ്ട് അങ്ങോട്ട് പോയി. വേറെ ഒന്നും ഇല്ലയോ? ഉണ്ടമ്മ. ഓ എടുക്ക എന്റെ കുഞ്ഞെ ഒന്ന് വേഗം. ആഹാ ഇതൊക്കെ ഒന്ന് അങ്ങോട്ട് വെച്ചേ. അയ്യോ മോളെ എന്നതായി കാണിക്കുന്നേ? അതൊക്കെ അവളെടുത്ത് വെച്ചോളൂ. മോൾ അവിടെ പോയിരിക്കേ. കൊള്ളാം. ദേ വേഗം എല്ലാം എടുത്തോണ്ട് വാ. മോളെടുക്കല്ലേ? ഞാൻ എടുത്തോളാം. എടുത്തോട്ടോ. വേണ്ടടാ. എനിക്ക് വേണ്ട. പാട്ട് പാടാൻ ഉദ്ദേശിക്കുന്നു. ഓ തുടങ്ങിയോ? ആ പ്രാക്ടീസ്. മോള് വാ, നമുക്ക് ബേബിയുടെ അടുത്ത് വാ. ഓ അതൊക്കെ വെച്ചാ ബേബി ഉണരും. വേണ്ട വേണ്ട. ആ ജീവ, എന്റെ ബാഗിൽ കുറച്ച് ചോക്ലേറ്റ്സ് ഇരിപ്പുണ്ട്. അത് ബാക്കിയുള്ള നെയ്ബേഴ്സിനും കൂടി കൊടുത്തേക്കേ. എന്താടാ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഡോക്ടർ എന്താ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല. ഓക്കെ. ദൈവം അബ്രാഹത്തോട് അരുൾ ചെയ്തു, നിന്റെ ഭാര്യ സാറായിയെ ഇനിമേൽ സാറായി എന്നല്ല വിളിക്കേണ്ടത്, അവളുടെ പേർ സാറ എന്നായിരിക്കും. ഞാൻ അവളെ അനുഗ്രഹിക്കും. അവളിൽ നിന്ന് ഞാൻ നിനക്ക് ഒരു പുത്രനെ തരും. അവൾ ജനതകളുടെ മാതാവാകും. അവളിൽ നിന്ന് ജനതകളുടെ രാജാക്കന്മാർ ഉത്ഭവിക്കും. അപ്പോൾ അബ്രഹാം കമഴ്ന്നു വീണ് ചിരിച്ചുകൊണ്ട് ആത്മഗതം ചെയ്തു, 100 വയസ്സ് തികഞ്ഞവന് കുഞ്ഞ് ജനിക്കുമോ? 90 കഴിഞ്ഞ സാറ ഇനി പ്രസവിക്കുമോ? മോളെ, ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ നടക്കാത്ത ഒരു കാര്യവുമില്ല. ഇതെന്റെ മോള് വെച്ചോ. അതാവേ. തൽക്കാലം അമ്മച്ചി പോകുന്നവരെ അബോഷന്റെ കാര്യം പറയണ്ട. അത് നമുക്ക് പിന്നീട് സംസാരിക്കാം. അതെ, ഞാൻ പറയുന്ന പോലെ നീ കേട്ടോ. ഹലോ. ആ സർ, ആ ഞാനിപ്പോൾ തന്നെ ഇറങ്ങാം. എടോ, പാലം കഴിഞ്ഞ ഉടനെ കാണാം. താനിങ്ങി പോന്നാ മതി. ബുദ്ധിമുട്ടിക്കാനായിട്ട് ഓരോരുത്തന്മാര് സിനിമ എടുത്തോളൂ. ഷോർട്ട് റെഡി എന്ന് പറഞ്ഞിട്ട് അവിടെ ലൈറ്റ് ഒന്നും നിർത്തി കഴിഞ്ഞിട്ടുള്ളൂ. സോറി സർ. എങ്ങനെ മലയാള സിനിമയുടെ ബഡ്ജറ്റ് കൂടെ ആയിരിക്കുന്നത്? സോറി സർ. എന്നിട്ട് ഞാൻ റെമ്യൂണറേഷൻ കുറയ്ക്കണം പോലും. ഇരിക്കും. സോറി സർ. ഓളോ ഫോൺ താ. വിളിക്കാമേ. എവിടെ? വരുന്നുണ്ട്, ഞാൻ വിളിക്കാം. അതെ, മുകളിലോട്ടെങ്ങി കയറി പോന്നാ മതി. ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഇപ്പോ വരും. ഇരിക്കൂ. എന്തോ ടെൻഷനുള്ള പോലെ? ടെൻഷനൊന്നും വേണ്ടട്ടോ. കമ്മിറ്റ് ചെയ്ത് പടം വിടുന്ന പരിപാടിയൊക്കെ ഞാൻ നിർത്തി. സന്ദീപ് ഒന്ന് പറഞ്ഞു കൊടുക്കൂ. രാഹുൽ കമ്മിറ്റ് ചെയ്തൊരു പടം ഏറനാട്ടിലെ ഒരു ചേകവനായിട്ട്. അത് ചിലപ്പോൾ കുറച്ചങ്ങോട്ട് തള്ളും.
അല്ല അത് വേറൊന്നും കൊണ്ടല്ല. ഇപ്പോൾ തുടങ്ങാനിരുന്ന പടത്തിന് ചെറിയ കറക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ 2 മാസം ഗ്യാപ്പ് എന്തായാലും വരും. ഇപ്പം എൻ്റെ ഒരു കരിയറിൽ അങ്ങനെ ഒരു ഗ്യാപ്പ് എടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. സോ ആ ഗ്യാപ്പിൽ നമ്മൾ നമ്മുടെ പടം ചെയ്യുന്നു. ഹാപ്പി ആയില്ലേ? ചിരിക്കൂ. സാർ ആ റെഡിയാണ് സാർ. ശരിക്കും ഷോട്ട് റെഡിയാണോ? ഇപ്രാവശ്യം റെഡിയാണ് സാർ. അവിടെ ചെന്ന് ഷോട്ട് എങ്ങാനും റെഡി അല്ലെങ്കിൽ ഞാൻ ഈ പടം മുടക്കൂട്ടാ. ഇവിടുന്ന് ഇറങ്ങി. എടാ ഇവിടുന്ന് ഇറങ്ങിടാ. റെഡിയല്ലേ? ഇവിടെ രാവിലെ സീൻ എഴുതി വൈകിട്ട് ഷൂട്ട് നടക്കുന്ന കാലമാണ് ഇപ്പോൾ. ഞാൻ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ഒന്നിരുന്നേ ശരിയാക്കുന്ന കാര്യമുള്ളൂ. നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കും. രതീഷേ വെറുതെ ആ സാർ. ഓക്കെ അല്ലേ? ഓക്കെ. ആ എവിടെയാണ്? അവിടെയാണ് സാർ. അതാണ് അവിടെ ഇരിക്കണം. ഡയറക്ടറാണ് സാർ. എന്റെ പറ പറയും. ആ ഡയറക്ടറാണ്. എന്താണ് ഷോട്ട് എന്താണ്? ലൈറ്റൊക്കെ ഓക്കെയാണോ? ട്രാക്ക് ഇങ്ങോട്ടേക്ക് മാറ്റിയോ? എടോ എന്റെ റൈറ്റ് പ്രൊഫൈലാണ് നല്ലത്. ട്രാക്ക് പൊളിക്കേണ്ടി വരും കേട്ടോ. ഇതാണ് ഈ ഡയലോഗ് ഞാൻ മാറ്റാൻ പറഞ്ഞാണല്ലോ. മാറ്റി ഒന്നും ചെയ്യാനൊന്നുമില്ല. ആ കുട്ടികളിരുന്നോ? താൻ ടെൻഷൻ അടിക്കാതല്ലോ. പെട്ടെന്ന് നല്ലൊരു ടീം സെറ്റ് ചെയ്യാൻ നോക്കും. ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. വി ക്യാൻ ഡു ഇറ്റ്. ചേച്ചി ടെൻഷൻ അടിക്കണ്ട. പുള്ളി പറഞ്ഞ പോലെ ഒരു നല്ലൊരു ചീഫിനെ വെച്ചിട്ട് നല്ലൊരു ടീം സെറ്റ് ചെയ്താൽ പോരെ. പുള്ളി പണിയെടുക്കട്ടെന്ന്. പിന്നെ കോസ്റ്റ്യൂം കണ്ടിന്യൂറ്റി വേറെ ആർക്കും കൊടുക്കല്ലേ. അത് പറ്റില്ല. അയ്യോ എന്താ ചേച്ചി? നീയല്ല എൻ്റെ പഠിത്ത ചീഫ് അസോസിയേറ്റ്. ഞാനോ? ആ തമാശക്ക് ചേച്ചി വേഗം ചായ പിടിച്ച് പണിയുണ്ട്. ചീഫാരാന്ന് കാണിച്ചു തരാം. ഡോക്ടർ പോവാന്ന് പറഞ്ഞിട്ട് എന്താ ഇറങ്ങാ? ഒരു പേഷ്യന്റ് കൗൺസിലിങ്ങിന് വരുമെന്ന് പറഞ്ഞിരുന്നു. ഇനിയിപ്പോൾ അവർ വരുമെന്ന് തോന്നുന്നില്ല. എന്നാ ഞാൻ റിസപ്ഷനിൽ നിന്ന് നമ്പർ എടുത്ത് വിളിച്ചു നോക്കിയാലോ? വിളിച്ചു നോക്കൊന്നും വേണ്ട. അവർ സമയം എടുക്കട്ടെ. എങ്കിൽ പിന്നെ ചിലപ്പോൾ അവർ തീരുമാനിച്ചിട്ടുണ്ടാവും പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാന്ന്. അങ്ങനെ പെട്ടെന്ന് മാറുന്നൊരു തീരുമാനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും സിസ്റ്റർ ക്ലോസ് ചെയ്തോളൂ. ഞാൻ ഇറങ്ങി. ശരി ഡോക്ടർ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. എടേ കുഞ്ഞേ, നിന്നെ നോക്കാനാണെന്നും പറഞ്ഞാ ഞാൻ അവിടെ എല്ലാം പൂട്ടിയിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നത്. നീ രാവിലെ മുതൽ ഈ നേരം വരെ ഇങ്ങനെ അലച്ചിലാണെങ്കിൽ ഞാൻ പിന്നെ എന്നാത്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത്? ഞാൻ അങ്ങ് പോയേക്കാം. അതിന് എന്നെ നോക്കാൻ വരാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. വലിയ ഓഫീസ് ജോലിയൊന്നും അല്ലല്ലോ മോളെ. നിനക്ക് തോന്നുമ്പോ ചെയ്താ പോരെ. എനിക്കിപ്പോ ഇത് ചെയ്യാനാ തോന്നമേ. അതെങ്ങനെയാ ശരിയാവുന്നത് കൊച്ചേ? മര്യാദയ്ക്ക് വിശ്രമിച്ച് നല്ല ഭക്ഷണമൊക്കെ കഴിച്ചെങ്കിലല്ലേ കൊച്ചിന് ഗുണം ഉണ്ടാവും. അതൊന്നും ശരിയാവില്ല. ഞങ്ങളിത് വേണ്ടെന്ന് വെക്കുക. എന്താ എന്നാ വർത്തമാനമാണ് ഈ പറയുന്നത്? വർഷം 1 കഴിഞ്ഞപ്പോഴെങ്കിലും നിനക്കല്പം വകതിരിവ് വന്ന് കാണുമെന്നാണ് ഞാൻ വിചാരിച്ചത്. നീ ഇതിലുള്ള താങ്ങുവാണോ? നീയൊക്കെ ഒരാണാണോടാ? എനിക്കിത് വേണം തന്നെയാണ്. ഇതൊന്നും നിന്റെ കുഴപ്പം കൊണ്ടല്ല, നിന്റെ അപ്പന്റെ കുഴപ്പമാണ്. പെൺപിള്ളാരെ വളർത്താൻ അറിയണം. വെറുതെ എൻ്റെ അപ്പനെ പറയണ്ട. ഓഹോ, അപ്പനെ പറഞ്ഞപ്പോ നിനക്ക് കൊണ്ടു അല്ലേ? എടി, അതാണ് മക്കള് കേട്ടോ. ചെറുപ്പത്തിൽ മക്കൾക്ക് എന്തെങ്കിലും പറ്റിയാൽ അപ്പനമ്മമാര് ചോദിക്കാൻ ചെല്ലുകയല്ലേ? അതുപോലെ പ്രായമായി കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി ചോദിക്കാനും പറയാനും വരേണ്ട ആൾക്കാരായി മക്കള്. ഓ, അതൊന്നും നിനക്കിപ്പോ പറഞ്ഞാൽ മനസ്സിലാവുകയില്ല. അമ്മയോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ഇത്ര നാൾ അമ്മ ജീവിതത്തിൽ എന്താ ചെയ്തത്? ചേച്ചിയും ഇവനെ വളർത്തി വലുതാക്കിയതല്ലാണ്ട്. അതൊരു ചെറിയ കാര്യമാണോ? സാറാ നിർത്ത്. അത് അമ്മയ്ക്ക് വലിയൊരു കാര്യമായിരിക്കും. അത് അമ്മയ്ക്ക് സന്തോഷമുള്ള കാര്യമായിരിക്കും. പക്ഷെ എന്റെ സന്തോഷം അത് തന്നെ ആയിരിക്കണം. നമ്മ വാശി പിടിക്കില്ലേ? അമ്മച്ചൊരു ആയുസിന്റെ പകുതിയും ഇവരെ വളർത്തി വലുതാക്കാൻ എടുത്തില്ലേ? ഇപ്പൊ അമ്മച്ച എവിടെയുണ്ട്? ഒറ്റയ്ക്കൊരു വലിയ വീട്ടിൽ. എന്തെങ്കിലും സംഭവിച്ച പോലെ എത്തിപ്പെടാൻ ആരുമില്ല. ഇത്രയും വർഷമായില്ലേ മക്കളെ രണ്ടാളും കൊച്ചിയിൽ സെറ്റിലായിട്ട്. എന്നിട്ട് ഇവരാരെങ്കിലും എപ്പോഴെങ്കിലും ഒന്ന് ചോദിച്ചോ, അമ്മച്ചി ഇനി ഞങ്ങളുടെ കൂടെ വന്ന് നിൽക്കുമെന്ന്?
എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കേണ്ട എന്നോടാണ്, അല്ലാതെ അമ്മച്ചി അടുത്തല്ല. എല്ലാം അറിയണം എന്നോട്, ഞാൻ എന്ത് പറയാനാ ജീവൻ? അമ്മച്ചിക്ക് പിന്നെ അത് അറിയില്ലെന്നെങ്കിലും വെക്കാം. സാറാ ശരിയാണ്, കൊച്ചുങ്ങൾ വേണ്ടെന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എൻ്റെ അന്നത്തെ മാനസികാവസ്ഥയല്ല ഇപ്പോഴത്തെ മാനസികാവസ്ഥ. പക്വത വന്നതാണോ അല്ലെങ്കിൽ പ്രായം കൂടി വരുന്നതാണോ എനിക്കറിയില്ല. 2 കൊല്ലം മുമ്പുള്ള ആളെ അല്ല നീ ഇപ്പോൾ, എനിക്കറിയാം. നീ കരിയറിൽ ഒരുപാട് ഉയർന്നു, മെച്ചുവേർഡായി, സെറ്റിൽഡായി. അപ്പം നിനക്ക് പക്വത വെച്ചെന്നും അച്ഛനവളെ പ്രായമായി എന്നൊക്കെ തോന്നും. അപ്പം എൻ്റെ കാര്യമോ, എൻ്റെ കരിയറോ? ഞാൻ ഇതായിട്ട് മുന്നോട്ട് പോയാൽ ഞാൻ 2 കൊല്ലം മുന്നേ എവിടെയായിരുന്നു അവിടെ തന്നെ ഞാൻ തിരിച്ചെത്തും. നീ തന്നെ എന്നോട് ചിറകുയർത്തി പറക്കാനും പറയും. ഞാനൊന്ന് എണീക്കാറാവുമ്പോഴേക്കും എൻ്റെ വയറ്റിന് ചുറ്റും ഒരു കല്ല് കെട്ടിത്തരും അല്ലേ? സാറാ എല്ലാവരും ഹാപ്പിയാണ്. നിന്റെ പപ്പ, നിന്റെ മമ്മി, എൻ്റെ അമ്മച്ചി, എൻ്റെ ചേച്ചി, എല്ലാവരുടെയും ഹാപ്പിനെസ് നീ കെടുത്തണം. അപ്പൊ എൻ്റെ ഹാപ്പിനെസ്സോ? ഞാൻ 2 കൊല്ലം സ്വപ്നം കണ്ട എൻ്റെ സിനിമയോ? ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് കല്യാണം കഴിഞ്ഞതൊക്കെ മാറും, എല്ലാവരും കൺസിഡർ ചെയ്യേണ്ടി വരും. അപ്പൊ നീ പറഞ്ഞു നീ മാറില്ല എന്ന്. നീ എല്ലാവരും സന്തോഷപ്പെടി പറയണ്ടല്ലോ, അപ്പൊ എന്റെ സന്തോഷോ? നീ ഇങ്ങനെ പഴയ നില കൂടെ കെട്ടിപ്പിടിച്ച് അവിടെ ഇരുന്നോ, എന്നിട്ട് എന്താ വെച്ചാ ചെയ്. ഹലോ. ഹലോ, പപ്പ ഉറങ്ങായിരുന്നോ? ഇല്ല മോളെ, പപ്പ പശുവിനെ കറക്കായിരുന്നു. ഈ സമയത്ത് കാരണം നല്ല പാല് കിട്ടുമല്ലോ. പപ്പയ്ക്ക് എന്നോട് ദേഷ്യമാണോ? എന്തിന്? അല്ല, ഞാൻ ഫോൺ എടുക്കാത്തതിന്. നീ വിളിച്ചിട്ട് എത്ര സിനിമാക്കാർ ഫോൺ എടുത്തിട്ടില്ല, എന്നിട്ട് നീ അവരെ വെച്ച് സിനിമ ചെയ്യുന്നില്ലേ? ഇതൊക്കെ ശീലമായിക്കോളും. ഞാൻ എന്താ ചെയ്യണ്ട പപ്പ? മോളെ, നീ എഴുതിയ സ്ക്രിപ്റ്റ് നീ പലർക്കും വായിക്കാൻ കൊടുക്കും, അവർ പല അഭിപ്രായവും പറയും. പക്ഷേ നിന്റെ മനസ്സിലുള്ള ക്ലൈമാക്സേ നീ എഴുതാറുള്ളൂ. നീ ധൈര്യമായിട്ട് സീൻ എഴുതിക്കോ, എന്തായാലും പപ്പ ഓക്കെയാണ്. ശരി, പോയി കിടന്ന് ഉറക്കം വെച്ചേ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്താന്നറിയാതെ ഭയങ്കരമായിട്ട് കരയും. എന്താ കൂട്ടാ കരയണ്ട മുത്തേ, അവനെ എടുത്താ മതി, അവൻ കരച്ചിൽ നിർത്തിക്കോളൂ. പിടിച്ചോ, കരണ്ടടാ. ഇരിക്കേ. സ്വിച്ച് ഉണ്ടായിരുന്നു. സാറാ ഗായത്രിയുടെ റൂംമേറ്റാ. ഗായത്രിയുടെ സിസ്റ്റർ കോളേജിൽ എന്റെ ബാച്ച്മേറ്റ് ആയിരുന്നു. താൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. സോറി, ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, ഇത്തിരി ലേറ്റ് ആയി പോയി. ഞാൻ ഇവരെ ഒന്ന് ഡീൽ ചെയ്തിട്ട് വരാട്ടോ. ഇവിടെ വേറെ ഒരു കുഞ്ഞുമാവ ഉണ്ടായിരുന്നല്ലോ, ഇതിനെ രണ്ടിനെ നോക്കാൻ ഏൽപ്പിച്ചെടുത്താൻ. പാല് വാങ്ങിക്കാൻ പോവാന്ന് പറഞ്ഞു. ഓഹോ. എടോ, ഇവിടെ അടുത്ത കടയിലൊന്നും പാല് കിട്ടാനില്ല. പാലൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, വന്ന് ചായ ഇടടാ. എന്നാ ചായ ഇട്ടിട്ട് തരാം. അപ്പൊ മർഡർ മിസ്റ്ററി ആണല്ലേ? യെസ് മാം. ഞാൻ പോസ്റ്റ്മോർട്ടം കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മൂവിയിൽ കാണിക്കാനുള്ള പ്ലാനാ. ഗുഡ്. They never show it in the right way in the movies. എങ്ങനെയുണ്ട് സ്ക്രിപ്റ്റ്? കുഴപ്പമില്ല. സാറേക്ക് ലേറ്റ് ആവില്ലല്ലോ, ഞാൻ വേഗം ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഈ സ്ക്രിപ്റ്റ് ഒക്കെ സ്വന്തമാണോ എഴുതിയ? ഞാൻ തന്നെ.
ഫേവറേറ്റ് ജോണർ ത്രില്ലർ ആണല്ലേ? അങ്ങനെയൊന്നുമില്ല, എല്ലാം കാണും. മെമ്മോയ്സ് ഓഫ് മർഡർ കണ്ടിട്ടുണ്ടോ? ആ യെസ്. എനിക്ക് പിള്ളേരെ ഒന്ന് നോക്കിയേക്കണേ. എന്നിട്ടെന്താ പറ്റിയ അടുത്ത ആഴ്ച ഒരു പോസ്റ്റ്മോർട്ടം നേരിട്ട് കാണണം. എടാ അതല്ല, നമ്മുടെ ചെക്കൻ എന്താ പറയുന്നത്? നമ്മുടെയാ വേണമെങ്കിൽ നിന്റെ എന്ന് പറഞ്ഞാൽ ഒരു മക്കളെ പണിക്കൊന്നും പോകേണ്ട ചേച്ചിട്ട് പിള്ളേരെ നോക്കിക്കൊണ്ടിരിക്കാം. എടാ അതൊക്കെ ഇപ്പോ, പണ്ട് നമ്മുടെ ബാംഗ്ലൂരിൽ അടിച്ചു വിളിച്ചു നടന്ന ഫ്രീക്കനാ. അവിടെ അതെല്ലാം മതിച്ച് നടന്ന് മടുത്തിട്ടാ പുള്ളി ഇങ്ങോട്ട് വന്നെന്നാ കേട്ടെ. ഹീസ് വെൽ എക്സ്പീരിയൻസ്ഡ് ഇൻ ചില കാര്യങ്ങൾ. ശരി. എടാ നിനക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ നീ എനിക്ക് ആ നമ്പർ ഒന്ന് ഒപ്പിച്ചാ, ഞാനെങ്കിലും ഒന്ന് വിളിക്കട്ടെ. ആഹാ ശരി, ഒപ്പിച്ചേരാം. ഹായ്. ഹലോ. ഇവിടെ ഉണ്ടോ? ഹായ്. ചെല്ലു ചെല്ലു. Please offer your seats to senior citizens and differently able people. മറവായി നീ എൻ ജീവനിൽ തെളിവാനിലേ നിറതാരമായി. ടേണിംഗ് പോയിന്റ് കേസ്. അതിന്റെ ഫയൽസ് ഒക്കെ ഇത്തിരി കോൺഫിഡൻഷ്യൽ ആണ്, അത് കിട്ടാൻ വലിയ പ്രയാസമാണ്. 2003 തോന്നുന്നു 2-3 പോലീസുകാരെ വെട്ടിക്കുന്ന ഒരു കേസ് ഉണ്ടായിരുന്നു. മീഡിയയിലൊക്കെ ഭയങ്കര ഡിസ്കഷൻ ആയിരുന്നു ആ സമയം. താറ, അത് ശരിക്കും ഒരു കോംപ്ലിക്കേറ്റഡ് കേസാണ്. അതിൻ്റെ ഒരു ഫയൽ എൻ്റെ കയ്യിലിരിപ്പുണ്ട്. ആ ഫയലിലെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ഈ പ്രോജക്റ്റിൽ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ഞാനത് എടുത്തോണ്ട് വരാം കേട്ടോ. തുള്ളിക്കളിക്കണ കുഞ്ഞിപ്പൂരൊന്ന് പാടുവോ? തുള്ളിക്കളിക്കണ കുഞ്ഞിപ്പുരു, തുള്ളിക്കളിക്കുന്ന കുഞ്ഞിപ്പുഴു, അങ്ങനെ കൊറേ പ്രാവശ്യം പാട്. തുള്ളിക്കളിക്കുന്ന കുഞ്ഞിപ്പുഴു, 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 തുള്ളിക്കളിക്കുന്ന. കൊറേ നേരായി അവന്റെ ഒരു കുഞ്ഞിപ്പുരു. എനിക്ക് പ്രസവിക്കാത്തൊരു പെണ്ണ് മതി. പിള്ളേരെ നോക്കാൻ മടിയായിട്ടാണോ അച്ഛനോട്ടെന്ന് പറഞ്ഞു? എന്തൊരു ശല്യോടോ, തലയ്ക്ക് വേളി പോലും തരില്ല. അപ്പൊ ഞങ്ങളുടെ കാര്യം ഒന്ന് ആലോചിച്ചോക്കെ. അതും ശരിയാണ്. പത്തിരുപത് വർഷമായി ഞാനും നിന്റെ മമ്മിയും കൂടി വിചാരിച്ചിട്ട് നടന്നില്ല, നിന്നെ പോലെ ഒന്നിനെ കൂടി. എന്നിട്ടല്ല 6 ദിവസം കൊണ്ട് നീ ഒരുത്തിനെ കണ്ടുപിടിച്ചെന്ന്. ഒന്ന് പോടി. എനിക്ക് പറ്റിയ ആളാന്ന് തോന്നും, മുന്നേ ഒന്ന് ചാടിയിട്ടുണ്ട്, നോക്കാം. വെരി ഗുഡ്. എന്തായി 5 മിനിറ്റ് നടത്തം നിർത്തിയോ? ഇല്ല, നടക്കുവോ? ശബ്ദം കേൾക്കുന്നില്ല നീ? അങ്ങനെ വീശി വീശി നടക്ക്. ഓ വീശാം. ഹലോ, ഹായ് ജീവൻ. പതിവായി നിൻ പിന്നാലെ ഇതും കോയിൻസിഡൻസ് ആയിരിക്കും അല്ലേ? തൊട്ടാലോ പൂവായി മാറും മായാമുട്ട് നീ, ചുറ്റോളം മൊത്താനായും കാറ്റായി മാറി ഞാൻ. എന്തൊരു റിസ്ക് അല്ലേ പാരന്റിങ്. ഒന്നുമില്ലായ്മ ഒരാളെ ഉണ്ടാക്കി എടുക്കാന്നൊക്കെ പറഞ്ഞു. ഭയങ്കര റിസ്ക്. വല്ല കഥയിലൊക്കെ ആണെങ്കിൽ എന്ത് എളുപ്പാ അല്ലേ?
നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ക്യാരക്ടറിന് നല്ല ഗുണവും ചീത്ത ഗുണവും ഒക്കെ കൊടുക്കാം. പക്ഷെ പേരൻസിൻ്റെ കാര്യം അങ്ങനെയല്ല. ഒരു കുട്ടിയുടെ ക്യാരക്ടർ ഡിഫൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു 10-20 കൊല്ലത്തെ സാക്രിഫൈസ് ആവശ്യമുള്ള പണിയാണ്. അതിന് പറ്റാത്തവരാ പണിക്ക് പോകരുത്. അതെ, താൻ പ്രസവിക്കണ്ട, അതാ ഭൂമിക്ക് നല്ലത്. ഇത് തന്നെ ഞാനും പറയുന്നത്. പക്ഷെ ആർക്കും മനസ്സിലാവണല്ലോ. എനിക്ക് മനസ്സിലാവും. खेल नहीं रहा आपके साथ, कभी भी ऐसा मत सोचना कोई कुछ भी करे. ये क्या हो रहा है? टीना, मैं बहुत सीरियस हूँ आपके बारे में. ഇതിനു മുമ്പ് എത്ര जीवन के പെൺപിള്ളേരെ आखिरी दिन तक പ്രേമിച്ചിട്ടുണ്ട്? आपके साथ रहूंगा. ख्याल रखूंगा आपका. അങ്ങനെയൊന്നുമില്ല, ജീവിക്കാൻ വേണ്ടി. അയ്യേ വിളിക്കല്ലേ. ഇതുപോലെ ക്രെഡിറ്റ് ആയിട്ടൊന്നും കാണണ്ട. വെറുതെ നടക്കുന്നവർക്ക് ഇതൊക്കെ പറ്റും. चलो अभी भाग चलते हैं. हटो यहाँ से, जाओ जाओ. ഈ സിനിമ പ്രാന്ത് നേരത്തെ ഉണ്ടായിരുന്ന എൻ്റെ രണ്ടാമത്തെ ബോയ് ഫ്രണ്ട്, അവന് ഭയങ്കര സിനിമ പ്രാന്തായിരുന്നു. അവൻ ഫിലിം സ്കൂളിൽ ജോയിൻ ചെയ്തപ്പോൾ ഞാനും വെറുതെ കമ്പനിക്ക് പോയി. അവൻ വേറെ വഴിക്ക് പോയി. പക്ഷേ ഫിലിമിൻ്റെ മാജിക് ഉണ്ടല്ലോ, അതെൻ്റെ ഉള്ളിൽ തന്നെ.